ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ തിരുവാതിര നോക്കാം, എല്ലാവരും തയ്യാറായിരിക്കാവൂലേ? പണ്ടത്തെ കാലത്തുള്ള ഈ തൊടിച്ചു കുളിക്കലും തിരുവാതിരക്കളിയും ഊഞ്ഞാലാടലും പിന്നെ പാതിരാപ്പൂ ചൂടലും ഒക്കെ ഇന്ന് അന്യം നിന്നീനു. എല്ലാവരും ഒറ്റയ്ക്കുള്ള താമസവും പിന്നെ അന്യ സ്ഥലങ്ങളിലുള്ള താമസം ഒക്കെ ആയിട്ട് ആർക്കും ഇതിനൊന്നും നേരമില്ല. എന്നാലും രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുത് വ്രതം നോക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എപ്പോഴും വ്രതത്തിന് തരിക്കഞ്ഞിയും പുഴുക്കും ചപ്പാത്തിയും ഉവവർഗീത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തിരുവാതിരയ്ക്ക് പുഴുക്കുണ്ടാക്കാൻ ഞാൻ കടലയാട്ടോ ഉപയോഗിക്കാറ്. ചിലർ വൻപയറും അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം എന്താ പിന്നെ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ട് വെക്കണം. പിന്നെ അതിലേക്ക് ഞാനിവിടെ കായ, പിന്നെ നമ്മുടെ കപ്പ ഉണ്ടല്ലോ അത്, പച്ചമുളക്, അതെല്ലാം കൂടി ഇട്ടിട്ടാണ് പുഴുക്കുണ്ടാക്കണത്. അപ്പോൾ അതെല്ലാം കഴുകി നന്നാക്കി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കഷ്ണം മുറിച്ചിട്ടുണ്ട്. അപ്പം ഈ കടലയിലേക്ക് ഈ കഷ്ണം മുറിച്ചതെല്ലാം ഇട്ടിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് വേവിക്കണത്. ഞാൻ കുക്കറിലാട്ടോ വേവിക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കണ സമയം കൊണ്ട് നമുക്ക് നാളികേരം ചിരകിയിട്ട് വരാം. അപ്പോൾ നാളികേരമൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാളികേരത്തിൽ ഞാൻ കുറച്ച് ജീരകം കൂടി കൂട്ടിയിട്ടാട്ടോ അരയ്ക്കണത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അരച്ചെടുക്കുമ്പം. എന്നിട്ട് ഒരു തരി മാതിരിയാണ് അരയ്ക്കുക. ചെറിയൊരു തരി, നല്ല പേസ്റ്റ് മാതിരി അരയ്ക്കരുത്. അങ്ങനെ അതൊക്കെ അരച്ചിട്ട് പിന്നെ കുറച്ച് നാളികേരം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒരു ചെയ്യുന്നുണ്ട്, അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഇങ്ങോട്ട് വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഇത് നിറയെ ഉണ്ട്. അപ്പോൾ വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് അതിലേക്ക് നാളികേരം കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല ഉടച്ചു. അതിന് ശേഷം നമ്മൾ ഈ ഒരു പരുവത്തിലാട്ടോ നാളികേരം അരയ്ക്കേണ്ടത്. അങ്ങനെ നാളികേരമൊക്കെ ചേർത്തിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ഇളക്കിയതിൻ്റെ ശേഷമാണ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല അങ്ങോട്ട് വേവിക്കുക. നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് വറവിട്ട് കൊടുക്കുക. അതിന് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചീഞ്ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഈ നാളികേരം നേരത്തെ മാറ്റി വെച്ചില്ലേ അതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നാളികേരം നല്ല ചുവക്ക വറക്കണം. ഇങ്ങനെ ചുവന്ന് നല്ല കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അങ്ങനെ നന്നായി ഇങ്ങനെ ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോൾ നാളികേരം ഇതുപോലെ നല്ല ചുവന്ന് വരും. ആ സമയത്ത് നമുക്ക് ഇത് പുഴുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ പുഴുക്കിലേക്ക് ഒഴിച്ചിട്ട് പുഴുക്ക് നന്നായി ഇളക്കണം. അപ്പം നമ്മുടെ ഏകാശിപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ സബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഏകാദശി ആശംസകൾ.